ഷിബു മീരാൻ, ഇപ്പോൾ ചാൻസലറുടെ ഗവർണറുടെ ഇടപെടലുകൾ, അതിൽ സംഘപരിവാറിന്റെ ആശയങ്ങൾ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനോട് പ്രതിപക്ഷത്ത് പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ എതിർക്കുമെന്നുള്ള പ്രതികരണം കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സമരരംഗത്തേക്ക് പ്രതിപക്ഷത്തെ യുവജന സംഘടനകളെ കണ്ടില്ല. ഇത് SFIയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ടാണോ UDF കാണുന്നത്, അതോ നിങ്ങൾക്ക് സമരത്തിനിറങ്ങാത്തതിന് മറ്റെന്തെങ്കിലും ഗൗരവത്തിലുള്ള കാരണങ്ങളുണ്ടോ? സ്മൃതി, തീർച്ചയായും തെറ്റും ശരിയും മുഖാമുഖം നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ശരിയെ പിന്തുണച്ചുകൊണ്ട് സമരം ചെയ്യുക എളുപ്പമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ മുഖാമുഖം നിൽക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ട് വലിയ തെറ്റുകളാണ്. ഇപ്പോൾ നമ്മളൊരല്പം ചരിത്രം പറഞ്ഞാൽ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുണ്ടായിരുന്ന ഒരു സംഘർഷത്തിൻ്റെ കാലം അത് ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടല്ലോ. നമ്മളിതിൻ്റെ ഒരു വേര് തേടിപ്പോൾ എപ്പോഴാണ് ഇത് ആരംഭിക്കുന്നത്? യഥാർത്ഥത്തിൽ കണ്ണൂർ സർവകലാശാലയുടെ VC ആയി ഗോപിനാഥ് രവീന്ദ്രൻ നിയമിക്കപ്പെടുന്നു. പിന്നീട് ഈ ഗവർണർ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക ദൂതൻ എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇത് മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ ഒരു സർവകലാശാലയായതുകൊണ്ട് നേരത്തെ VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രനെ തുടരാൻ അനുവദിക്കണം എന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് ധാർമ്മികമായി ശരിയല്ല എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനത് സമ്മതിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഇത് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയിൽ പറഞ്ഞു, ഇതേ മട്ടത്തിൽ തന്നെ ഞാനൊരു ധർമ്മസങ്കടത്തിൽ ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ചു. ഒടുവിൽ ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനം റദ്ദാക്കപ്പെട്ടു. അപ്പോൾ ഈ ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനത്തിന് വേണ്ടി പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ CPMൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് അതേ കാലത്താണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതാണല്ലോ പ്രശ്നം. അത് ഞങ്ങൾക്കും പ്രശ്നമാണ്, ഞങ്ങൾ അതിനെതിരെ സമരം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിനെതിരെ സമരം ചെയ്യുന്നവർ ഇതിനെ ചുവപ്പുവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ? ഏതാണ്ട് അതേ കാലയളവിലാണ് പ്രിയ വർഗീസിൻ്റെ നിയമനം നടന്നത്. ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ആകെ സംഭവിച്ചത് അന്ന് 4 പേരായിരുന്നു ആ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നത്. പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാലയിൽ തന്നെ നിയമനം ലഭിച്ചു. 3ാം റാങ്കുകാരനായ ഗണേശന് മലയാളം സർവകലാശാലയിലോ മറ്റോ പരീക്ഷാ കൺട്രോളറായി നിയമനം ലഭിച്ചു. 4ാം റാങ്കുകാരനായിരുന്ന പ്രകാശന് പിന്നെ ഇപ്പോൾ PSC അംഗമായി നിയമനം ലഭിച്ചു. എന്നാൽ പ്രിയ വർഗീസിനെതിരെ പരാതി പോയ ജോസഫ് സക്കറിയ എന്ന 2ാം റാങ്കുകാരൻ, അദ്ദേഹത്തിന് കാലിക്കറ്റ് സർവകലാശാലയിൽ പോസ്റ്റിന് അർഹതയുണ്ടായിരുന്നിട്ട് കൂടി അത് കൊടുത്തില്ല. അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ. അപ്പോൾ ഒരു വീതം വയ്പ് നടക്കുകയായിരുന്നു. അതിലെ ഒരു പണയപ്പണ്ടമാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റി തീർക്കുന്ന ഇവരിത് പകിട വെച്ചിട്ട് വിലപേശുന്ന ഒരു സമീപനം തുടക്കം മുതലേ സ്വീകരിച്ചു വന്നിരുന്നു. ഇനി രാജേന്ദ്ര അർലേക്കർ വരുന്ന സന്ദർഭത്തിൽ സ്മൃതി, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, റിപ്പോർട്ടർ അന്ന് ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞാനാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അന്ന് ചർച്ചയിൽ പങ്കെടുത്ത CPMൻ്റെ പ്രതിനിധി ഈ ഗവർണറുടെ വരവിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിച്ച വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബീഹാറിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് RSSന് വേണ്ടി ഇടപെട്ട ചരിത്രമുള്ള ആളാണ് ഇദ്ദേഹം. ഈ താങ്കളുടെ തന്നെ വാക്കുകളിൽ ചുവപ്പുവൽക്കരിക്കാൻ ശ്രമിക്കുകയും അപ്പുറത്ത് കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പറയുമ്പോൾ രണ്ടിനെയും തമ്മിൽ ഏതാണ് അപകടകാരി എന്നാണ് നിങ്ങൾ കരുതുന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. തെറ്റും തമ്മിലുള്ള മത്സരം എന്ന് പറയുമ്പോൾ തെറ്റും അപകടവും രണ്ടും 2 വാക്കല്ലേ? ഞാൻ അതിലേക്ക് വരികയാണ്. തീർന്നില്ല, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഈ മട്ടിൽ നമ്മുടെ 53 കോളേജുകളിൽ ഇപ്പോൾ പ്രിൻസിപ്പാൾമാരില്ല. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പാൾമാരില്ലാത്ത? യോഗ്യതയില്ലാത്ത ആളുകളില്ലാത്തതുകൊണ്ടല്ല. UGCയുടെ ഗൈഡ് ലൈൻ മറികടന്ന് ഇവർക്ക് സീനിയോറിറ്റി അനുസരിച്ച് ഇവരുടെ ഇഷ്ടക്കാരെ നിയമിക്കണം. ഇതേ കേരള സർവകലാശാലയിലുള്ള സ്മൃതി, അവിടുത്തെ കരാർ അധ്യാപകരുടെ, താൽക്കാലിക അധ്യാപകരുടെ നിയമനം കോടതി കയറിയത്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ പട്ടിക അനുവദിച്ചു, നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അവിടെയൊക്കെ ഒരു ഭാഗത്ത് ഇവരുടെ ഇഷ്ടക്കാരെ ഇവർ നിയോഗിക്കുന്നു. സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു. രണ്ടിലും ഏതാണ് കൂടുതൽ അപകടകരമെന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ ഇന്ന് ജ്യോതി മൽഹോത്രയുടെ വിഷയത്തിലൊക്കെ എടുത്ത നിലപാട് കണ്ടില്ലേ? അരനാഴിക സംശയമില്ല, പ്രശ്നം അത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇവരുടെ സമരത്തിൻ്റെ കൂടെ കൂടാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ CPMൻ്റെ അദ്ദേഹം പഴയ കുറേ വൈസ് ചാൻസലർമാരുടെ പേര് പറഞ്ഞല്ലോ. SFIയുടെ സമരം ഇന്ന് നടക്കുമ്പോൾ സ്മൃതി, ആ സമരത്തിന് കേരള സർവകലാശാലയുടെ ആ മതിൽ കയറി കിടക്കുന്ന പ്രവർത്തകർ താഴെ വീണുപോയി ഈ കുഞ്ഞു വാവകൾക്ക് പരിക്കു പറ്റാതിരിക്കാൻ പോലീസുകാർ കൈപിടിച്ച് വലിച്ചു കയറ്റി ഇരുത്തുമ്പോൾ ഇതേ സമരം ചെയ്യാനുള്ള അവകാശം ഉപയോഗപ്പെടുത്തി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്കെതിരെ സമരം ചെയ്ത ഞങ്ങളുടെ പ്രവർത്തകർ, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷവും സ്മൃതി, ജയിലിൽ കിടക്കാണ്. അവരെ മറന്നിട്ടാണോ ഞങ്ങൾ ഇവരുടെ ഈ സമരത്തിൻ്റെ പിന്നാലെ കൊടിയെടുത്ത് പോകേണ്ടത്? പിന്നെ SFI സമരം ഞാൻ ഒന്ന് പറയാം. ഈ കേരള സർവകലാശാലയിൽ ഒരുപക്ഷെ സഖാവ് സമ്പത്ത് പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല, സഖാവ് വിളനിലം എന്നൊരു ഒരു വൈസ് ചാൻസലർ വന്നിരുന്നു. സഖാവ് 2 കൊല്ലമാണ് SFI ആ VCക്കെതിരെ സമരം നടത്തിയത്. അദ്ദേഹം
വീട്ടിൽ കൂത്തിയിരുന്നു ലീവ് എടുത്ത് പോയിട്ട്. ഫയലുകൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അടുക്കള സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് 2 വർഷം അദ്ദേഹത്തിൻ്റെ അന്നത്തെ ബ്രിട്ടനിലെ സസെക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡോക്ടറേറ്റ് വ്യാജമാണ് എന്ന് പറഞ്ഞ് സമരം നടത്തിയ SFI ഒരു സുപ്രഭാതത്തിൽ സമരം അവസാനിച്ചു എന്ന് മാത്രമല്ല, സാക്ഷാൽ AKG സെന്ററിൽ ഈ വിളനിലം വന്ന് EMS അദ്ദേഹത്തിന് ഉപഹാരം കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ വിളനിലം വന്നപ്പോൾ AKG സെന്ററിന് വിട്ടുകൊടുത്ത ഭൂമിയോ മറ്റോ അളക്കാൻ തീരുമാനിച്ചു. അപ്പോൾ SFIയുടെ സമരം ദയവ് ചെയ്ത് സ്മൃതി അതിനെ ഇങ്ങനെ മഹത്വവൽക്കരിക്കാൻ പോകരുത്. ഇപ്പോൾ CPM സമരം ചെയ്യാനുള്ള സ്വിച്ച് ഓൺ ആക്കിയിരിക്കുന്നു, SFI സമരം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ആർലേക്കർ വന്നപ്പോൾ ഞങ്ങൾ താക്കീത് കൊടുത്താൽ ഇയാൾ RSS ആണ് കേട്ടോ, അജണ്ട വേറെയാണെന്ന് പറഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിപ്ലോമസിക്ക് പോയത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോയത്, പിന്നെ ഞങ്ങളെയൊക്കെ പരിഹസിച്ചത് ആരാ? ഈ മുഖ്യമന്ത്രി തന്നെയാണല്ലോ. ഇവരാണല്ലോ ചർച്ചയ്ക്ക് പോയത്. അപ്പോൾ അവർ അജണ്ടകൾ പുറത്തെടുക്കുമ്പോൾ നമ്മൾ ചങ്കത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഒറ്റ ഉദാഹരണം, ഇതിന് മെറിറ്റോറിയസ് ആയി നേരിട്ടാൽ ഞങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു സ്മൃതി. 2022 കേരള നിയമസഭ പിന്നെ നമ്മൾ ഈ ബില്ല് പാസ്സാക്കിയത്, ഈ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ബില്ല്. ഞങ്ങളെന്നത് ബഹിഷ്കരിക്കണം, ഞങ്ങൾ അതിനെതിരെ വോട്ട് ചെയ്തില്ല. കാരണം ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അതാവും അഭികാമ്യം എന്ന നിലപാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചില ബദൽ നിർദ്ദേശങ്ങളൊന്ന് വെച്ചു. എന്താണ്? ഇവിടെ ഈ പഴയ സുപ്രീം കോടതി ജഡ്ജിമാരെയോ മറ്റോ കൊണ്ടുവരുന്നതായിരിക്കും ഉചിതം. രണ്ടാമത്തേത്, ഇതിൻ്റെ സെലക്ഷൻ പാനൽ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിലൊക്കെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഈ 3 പേരടങ്ങുന്ന ഒരു സമിതി നിഷ്പക്ഷമായി ജനാധിപത്യപരമായി യോഗ്യതയുള്ളവരെ തെരഞ്ഞെടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ മെറിറ്റോറിയസ് ആയ ഒരു നിലപാട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കോടതികളിലാകട്ടെ, ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ മുൻപിലാകട്ടെ, ഈ അജണ്ടകൾ, ഇത് നമ്മൾ ഈ സമരം ചെയ്യുന്നതും ഈ നിലപാടെടുക്കുന്നതുമൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തെ രക്ഷിക്കാനാണ് എന്നൊരു സന്ദേശം കൊടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് അത് പറ്റില്ല എന്നാണ്. അപ്പോൾ ഇവരുടെ ഈ ഒത്തുതീർപ്പ് സമരങ്ങൾ, പരസ്പരം ഈ എന്താ പറയുക, ഈ ചക്കളത്തി പോരാട്ടം, അതിൽ കക്ഷി ചേരാൻ ഞങ്ങളില്ല. ഞങ്ങൾ ഇരുകൂട്ടരോടും അഭ്യർത്ഥിക്കുന്നത്, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ വലിയ ആഴത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഈ കാലത്ത് ഈ സമരം അവസാനിപ്പിച്ച്, അതേപോലെ തന്നെ ഈ ഗവർണറുടെ ഈ RSSന് വേണ്ടി ഇത് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിച്ച് നമ്മുടെ കുട്ടികളുടെ ഭാവി എന്നൊരു അജണ്ടയിലേക്ക് നമുക്ക് വരാൻ കഴിയണം എന്ന നിലപാടാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.